ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആഴ്സണൽ വേഴ്സസ് ബ്രൈറ്റൺ മാച്ചിനെ കുറിച്ചാണ്. ആഴ്സണലിന്റെ ഹോം മാച്ച് ആയിരുന്നു. മത്സരം 1-1 ഡ്രോയിലാണ് അവസാനിച്ചത്. പക്ഷെ മത്സരത്തിലെ മെയിൻ ഹൈലൈറ്റ് ആയത് ഗോളുകളായിരുന്നില്ല, ഒരു റെഡ് കാർഡായിരുന്നു. ആഴ്സണൽ മിഡ്ഫീൽഡർ ഡെക്ലാൻ റൈസ് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ മേടിച്ച റെഡ് കാർഡാണ് മാച്ചിലെ ഡിസൈഡിങ് ഇവന്റ് ആയത്. രണ്ട് ടീമും ഒരു 4-2-3-1 ഫോർമേഷനിലാണ് ആഴ്സണലും ബ്രൈറ്റണും കളത്തിലിറങ്ങിയത് ഇൻ പേപ്പർ. ബ്രൈറ്റണും ആഴ്സണലും അവരുടെ കഴിഞ്ഞ 2 മത്സരങ്ങളും വിജയിച്ചാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ മത്സരത്തിന് ഇറങ്ങിയത്. ബ്രൈറ്റൺ ആണെങ്കിൽ ആദ്യത്തെ മത്സരം എവർട്ടനെ തോൽപ്പിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഞ്ചുറി ടൈമിൽ തോൽപ്പിക്കുന്നു. ആഴ്സണൽ ആവട്ടെ ആദ്യത്തെ മത്സരം വൂൾസിനെയാണ് പരാജയപ്പെടുത്തുന്നത്. കഴിഞ്ഞ മത്സരം ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയാണ് അവർ വരുന്നത്. സോ രണ്ട് ടീമും നല്ല ഫോമിൽ തന്നെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ തന്നെ. ഇനി മത്സരത്തിലേക്ക് വരാണെങ്കിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ടെക്സ്റ്റ് ബുക്ക് ആഴ്സണൽ അറ്റാക്ക് ആയിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ബുക്കായോ സാക്ക ഓഡഗാർഡ് കോംബോയിൽ വളരെ നല്ല അറ്റാക്ക്. ഒരു 20 മിനിറ്റോളം അറ്റാക്കിന്റെ ഫുൾ സ്ട്രെങ്ത് ആഴ്സണലിന്റെ കയ്യിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാഞ്ഞത് അവർക്ക് പിന്നീട് നല്ല വില കൊടുക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 മത്സരവും സ്റ്റാർട്ടറായിട്ട് ഇറങ്ങിയത് മാർട്ടിനെല്ലി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ലിയോനാർഡോ ട്രൊസാർഡിന് മിക്കൽ ആർട്ടറ്റ അവസരം കൊടുക്കുന്നുണ്ട്. സോ ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ആവശ്യത്തിന് അറ്റാക്സ് വരുന്നുണ്ടായിരുന്നു. ട്രൊസാർഡ് ഒരു ലോഫ്റ്റഡ് ക്രോസ് ക്യാപ്റ്റൻ ഒഡഗാർഡിന് വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് ഒരു വീക്ക് ഷോട്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ആയിരുന്നു. സോ അതും ഗോൾ കീപ്പറിനെ കടന്ന് പോസ്റ്റിലേക്ക് കയറുന്നില്ല. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ആദ്യത്തെ 20 മിനിറ്റിൽ ആഴ്സണൽ ഉണ്ടാക്കിയെടുത്തെങ്കിലും ഒന്നിലും അവർക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 38ാമത്തെ മിനിറ്റിലാണ് അവർ അവരുടെ അക്കൗണ്ട് തുറക്കുന്നത്. അതിന് കാരണക്കാരൻ ബുക്കായോ സാക്ക തന്നെയാണ്. ബാക്ക് ലൈനിൽ വരുന്നൊരു ലോങ് ബോൾ ബുക്കായോ സാക്ക ബ്രൈറ്റൺ ഡിഫൻഡറായ ലൂയിസ് ഡങ്ക് അവരുടെ ക്യാപ്റ്റനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഏരിയൽ ഡ്യൂവൽ ഏർപ്പെടുന്നു. ബുക്കായോ സാക്ക പന്ത് വിൻ ചെയ്യുന്നു. അതിനുശേഷം ഫ്രണ്ടിലോട്ട് ഓടിക്കയറുന്ന കായ് ഹാവേർട്സിന് അദ്ദേഹം ആ പന്ത് വെച്ചു കൊടുക്കുന്നു, അഡ്വാൻസ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. സോ കായ് ഹാവേർട്സ് ആ പന്തുമായി പ്രോഗ്രസ് ചെയ്യുന്നു. ഗോൾ കീപ്പർ കയറി വരുന്നു. ഗോൾ കീപ്പറിന്റെ തലയ്ക്ക് മേളിൽ കൂടെ ഒരു ചിപ്പ് ഷോട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആഴ്സണൽ അവരുടെ അക്കൗണ്ട് 1-0 ഓപ്പൺ ചെയ്യുകയാണ്. സോ ഈ ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രൈറ്റൺ അവരുടെ ഡിഫൻസീവ് ലൈൻ ഒരു ഹൈ ലൈനിലാണ് പിടിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ അവർ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. സോ ഇങ്ങനെ ഹൈ ലൈൻ പിടിച്ച് കളിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലോങ് ബോളിന്റെ ത്രെറ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ലോങ് ബോൾ വരുമ്പോൾ ഏരിയൽ ഡ്യൂവൽ വളരെ ക്രൂഷ്യലാണ്. കാരണം ഏരിയൽ ഡ്യൂവൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഡിഫൻസീവ് ലൈനും ഗോൾ കീപ്പറിൻ്റെയും ഇടയിൽ ഒരു വാസ്റ്റ് ഏരിയ, ഒരു നോമാൻ ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ഏരിയ ബുക്കായോ സാക്ക ഏരിയൽ ഡ്യൂവൽ വിൻ ചെയ്യുന്നതോടെ ഈ ഏരിയയിലേക്കാണ് കായ് ഹാവേർട്സ് ഓടിക്കയറുന്നതും. അതുകൊണ്ടാണ് ഗോൾ കീപ്പർക്ക് അദ്ദേഹത്തിന്റെ ലൈൻ വിട്ട് ഫ്രണ്ടിലോട്ട് ഒരുപാട് ഓടിക്കയറി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അത് കായ് ഹാവേർട്സ് നന്നായി മുതലാക്കുകയും ചെയ്തു. ഒരു ചിപ്പിൻ ഷോട്ടിലൂടെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അസിസ്റ്റ് കൊടുത്തതോട് കൂടി ബുക്കായോ സാക്ക മറ്റൊരു റെക്കോർഡും കൂടി നേടിയേക്കാണ്. പ്രീമിയർ ലീഗിൽ ആദ്യത്തെ 3 മത്സരങ്ങളിലും അസിസ്റ്റ് കൊടുക്കുന്ന 2ാമത്തെ ആഴ്സണൽ പ്ലെയർ ആണ്. ആദ്യത്തെ ആഴ്സണൽ പ്ലെയർ ലെജൻഡറി തിയറി ഹെൻറി ആണ്. സോ അങ്ങനെ ഒരു റെക്കോർഡും ബുക്കായോ സാക്കയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആഴ്സണലിന് ഈ ഗോൾ വന്ന സമയം വളരെ ഉചിതമായിരുന്നു. കാരണം ആദ്യത്തെ ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് അറ്റാക്ക് നടത്തിയെങ്കിലും ഗോളൊന്നും സ്കോർ ചെയ്യുന്നില്ല. അതിനുശേഷമാണെങ്കിൽ ബ്രൈറ്റന്റെ ഇൻവോൾവ്മെന്റ് ഗെയിമിൽ കൂടി വരികയായിരുന്നു. അവരുടെ അറ്റാക്കിംഗ് ഫ്രീക്വൻസീസും കൂടി വരികയായിരുന്നു. സോ ആ സമയത്തൊരു ഒഴുക്കിനെതിരെയാണ് ആഴ്സണലിന്റെ ഒരു ഗോൾ പെട്ടെന്ന് വരുന്നത്. സോ അതൊരു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ആഴ്സണലിന്. അതിനുശേഷം ഹാഫ് അവസാനിക്കാറാകുമ്പോഴേക്കും ബ്രൈറ്റന്റെ അറ്റാക്സ് കൂടി വരുന്നുണ്ട്. അത് മാത്രമല്ല ആഴ്സണലിന്റെ 2 മിഡ്ഫീൽഡേഴ്സ്, ക്രൂഷ്യൽ മിഡ്ഫീൽഡേഴ്സായ തോമസ് പാർട്ടിയും ഡെക്ലൻ റൈസും യെല്ലോ കാർഡ് വാങ്ങുന്നുണ്ട്. സോ ആ ഒരു നോട്ടിലാണ് ആഴ്സണൽ അവരുടെ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ കളിയുടെ ഗതി മാറ്റിയ ഇവന്റ് നടന്നു. ബ്രൈറ്റന്റെ ഹാഫിൽ കോർണർ ഫ്ലാഗിനടുത്ത് വെച്ച് ആഴ്സണൽ പ്ലെയറായ ഡെക്ലാൻ റൈസ് ബ്രൈറ്റൺ ഡിഫൻഡറായ ജോയൽ വെൽറ്റ്മാനെ ഫൗൾ ചെയ്യുന്നുണ്ട്. ഫൗൾ ചെയ്തതിനു ശേഷം പന്ത് വെച്ച് പെട്ടെന്ന് മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന വെൽറ്റ്മാന്റെ എയിമിൽ നിന്നും പന്ത് ഡെക്ലാൻ റൈസ് നടന്നു പോകുന്ന വഴി ചെറുതായി ഒന്ന് തട്ടി നീക്കുന്നുണ്ട്. വീശി ഉന്നം തെറ്റിയ വെൽറ്റ്മാൻ ചെന്നടിക്കുന്നത്, കാലുകൊണ്ടടിക്കുന്നത് ഡെക്ലാൻ റൈസിന്റെ മുട്ടിനും ഡെക്ലാൻ റൈസ് താഴെ വീഴലും ഒരുമിച്ചായിരുന്നു. സോ ആഴ്സണൽ എല്ലാ പ്ലേയേഴ്സും ഒത്തുകൂടി വാക്കുകൾക്കൊക്കെ ആയി. അപ്പം എല്ലാവരും വിചാരിച്ചു ഇപ്പൊ കിട്ടും വെൽറ്റ്മാന് കാർഡ് എന്നാണ്. വളരെ കൂളായിട്ട് റെഫറി നടന്നു വന്നു. വലത്തെ
പോക്കറ്റിൽ നിന്നും അദ്ദേഹം മഞ്ഞക്കാർഡ് ഉയർത്തി നേരെ ഡെക്ലാൻ റൈസിന്. തൊട്ടടുത്ത മിനിറ്റിൽ ഇടത്തെ പോക്കറ്റിൽ നിന്ന് റെഡ് കാർഡും ഉയർത്തി കാണിച്ചു. ഡെക്ലാൻ റൈസ് ഷോക്കായി. ആർസണൽ പ്ലെയേഴ്സ് വളരെ റെബല് ചെയ്തു ഈ ഡിസിഷനെതിരെ. ക്യാപ്റ്റൻ സംസാരിക്കുന്നു, പ്ലെയർ സംസാരിക്കുന്നു. പക്ഷേ റെഫറീനെ കുറ്റം പറയാൻ പറ്റില്ല. വളരെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡിസിഷൻ ആയിരുന്നു അത്. കാരണം ഓൾറെഡി മഞ്ഞക്കാർഡിലായിരുന്നു ഡെക്ലാൻ റൈസ് ഫസ്റ്റ് ഹാഫിൽ. അതിൽ രസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഡെക്ലാൻ റൈസ് മഞ്ഞക്കാർഡ് നേടുന്നതും ഇതേ പ്ലെയറെ ഫൗൾ ചെയ്തിട്ടാണ്. ഇനി ഈ ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി പ്രീമിയർ ലീഗ് റൂൾസിൽ പറയുന്നുണ്ട്, ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ ഫൗൾ ചെയ്ത ആൾ അല്ലെങ്കിൽ ഫൗൾ ചെയ്ത ടീം ആ മാച്ച് ബോൾ വെച്ച് പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ എതിർ ടീം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷനായിട്ട് നിൽക്കാൻ പാടില്ല. അതിനേക്കാളും മേലെയാണ് ഡെക്ലാൻ റൈസ് ചെയ്തത്. പക്ഷെ അടിച്ച് തെറിപ്പിക്കുകയൊന്നല്ല അദ്ദേഹം ചെയ്തത്. ജസ്റ്റ് പോകുന്ന ഒരു ചെറിയൊരു തട്ട്, ജസ്റ്റ് ആ പന്ത് നീങ്ങിയുള്ളൂ. പക്ഷെ അത് ബെറ്ററായി യൂസ് ചെയ്യാനായിട്ട് വെൽറ്റ്മാന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു വെൽറ്റ്മാൻ ശരിക്കും ഒരു കുറുക്കനെ പോലെ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം അത് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റന്റെ ഹാഫിൽ കോർണർ ഫ്ലാഗിനടുത്താണ് ഇൻസിഡന്റ് നടക്കുന്നത്. 48 മിനിറ്റോ 49 മിനിറ്റോ ആയിട്ടുള്ളൂ കളിയുടെ. ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് ബോൾ വെച്ച് റീസ്റ്റാർട്ട് ചെയ്ത് ആർക്കും പാസ് കൊടുക്കാൻ പോകുന്നില്ല വെൽറ്റ്മാൻ. പക്ഷെ വെൽറ്റ്മാൻ അറിയായിരുന്നു ഓൾറെഡി ഡെക്ലാൻ റൈസ് മഞ്ഞക്കാർഡിലാണ്. സോ ഡെക്ലാൻ റൈസ് ആ ഒരു ചീപ്പ് മൂവ് അവിടെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം തൻ്റെ ടീമിന് ഉപകാരപ്രദമാക്കാം എന്നുള്ളതാണ് വെൽറ്റ്മാൻ നോക്കിയത്. സോ അദ്ദേഹത്തിന് ആ പന്ത് അപ്പം തന്നെ വെച്ചൊരു അറ്റാക്കിംഗ് ട്രാൻസിഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡെക്ലാൻ റൈസ് ചെയ്ത ആ ഒരു അതിന് കണ്ടിന്യൂവേഷൻ ചെയ്ത് അദ്ദേഹത്തിന്റെ കാല് വീശുന്നു, ഡെക്ലാൻ റൈസിന് തട്ടുന്നു. അദ്ദേഹം പന്ത് തട്ടി മാറ്റിയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ എയിം നഷ്ടപ്പെട്ടത് എന്ന് വാദിക്കുന്നു. സോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഡെക്ലാൻ റൈസിന് ഒഴികെ. റെഫറി ചെയ്തതും അത്ര കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ ആയിരുന്നില്ല. പക്ഷേ ഈ ഡിസിഷൻ കോൺട്രവേഴ്ഷ്യൽ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയുടെ ഫസ്റ്റ് ഹാഫിൽ ബ്രൈറ്റന്റെ പ്ലെയറായ ജാവോ പെദ്രോ ഇതേപോലെ ടച്ച് ലൈനിന്റെ അടുത്ത് വെച്ച് പുറത്തു പോയപ്പോൾ ഒന്ന് അടിച്ച് തെറിപ്പിച്ച് വിടുന്നുണ്ട്. സോ കൺസിസ്റ്റന്റ് ആയുള്ള റെഫറിങ് ആയിരുന്നെങ്കിൽ റെഫറി അവിടെയും കാർഡ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം അതവിടെ ചെയ്തില്ല. അതാണ് പിന്നീട് ഫാൻസ് എല്ലാം വളരെ ആക്രോശത്തോടെ പറയുന്നൊരു കാര്യം. സോ റെഡ് കാർഡ് മേടിക്കുന്നു. ഡെക്ലാൻ റൈസ് വാദിച്ചാലും കാര്യമില്ല. ഡെക്ലാൻ റൈസ് തിരിച്ച് നടന്ന് ടണലിലേക്ക് കയറി പോവുകയാണ്. ആ ടണലിലേക്ക് കയറി പോകുന്ന ഒരു സീനാണ്. കാരണം അദ്ദേഹം നടന്നു പോകുമ്പോൾ ആഴ്സണലിന്റെ ഡക്ക് ഔട്ടിന് മുന്നിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ആകെ അദ്ദേഹത്തെ മൈൻഡ് ചെയ്ത് സെറ്റ് പീസ് കോച്ച് മാത്രമാണ് അദ്ദേഹത്തിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. തൊട്ടുമ്പോ സൈഡിൽ തന്നെ മിക്കേൽ ആർട്ടറ്റ വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാനോ ഒന്ന് തല തിരിഞ്ഞു നോക്കാനോ മിക്കേൽ ആർട്ടറ്റ ശ്രമിക്കുന്നില്ല. ഡെക്ലാൻ റൈസിന് ശ്രമിക്കുന്നില്ല. കാരണം ഡെക്ലാൻ റൈസിന് അറിയായിരിക്കും. കാരണം അത്രയും നല്ലൊരു 1-0 ലീഡിങ്ങിൽ നിന്ന ടീം, നല്ല പൊസിഷനിൽ കളിച്ച് നിൽക്കുന്ന ടീമിന്റെ ഒരു 3 പോയിന്റ് ചിലപ്പോൾ ആ ഒരു ആക്ഷൻ കൊണ്ട് തീരും. 10 മെമ്പേഴ്സായിട്ട് അവർ ചുരുങ്ങി. സോ ഡെക്ലാൻ റൈസും പിന്നെ വേറെ വലിയ കാട്ടയങ്ങൾക്കും നിന്നില്ല. അദ്ദേഹം ടണലിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 10 പേരുമായിട്ട് ചുരുങ്ങി ആഴ്സണൽ ആ സമയത്ത് വേറെ വലിയ ചേഞ്ചുകളൊന്നും നടത്തിയില്ല. കളി മുന്നോട്ട് പോയി. അങ്ങനെ 58-ാമത്തെ മിനിറ്റിൽ ബ്രൈറ്റൺ അവരുടെ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തിയെന്നാണ്. അത് നേരത്തെ ബുക്കായോ സാക്കയുടെ കൂടെ ഏരിയൽ ഡ്യൂവൽ ലൂസ് ചെയ്ത് ബ്രൈറ്റന്റെ ഗോൾ വഴങ്ങിയ ഡിഫൻഡറായ ലൂയിസ് ഡങ്കിന്റെ ഒരു റിഡംഷൻ കൂടിയായിരുന്നു. കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഒരു ത്രൂ പാസ് കൊടുക്കുന്നതും മിൻഡെ എന്ന് പറയുന്ന പ്ലെയർ ഓടി അതിന് സ്ട്രൈക്ക് ചെയ്യുന്നതും. പക്ഷേ ആ സ്ട്രൈക്ക് ചെയ്ത ബോൾ കീപ്പറായ ഡേവിഡ് റായ മനോഹരമായി തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ റീബൗണ്ടായി ചെല്ലുന്ന പന്ത് ജാവോ പെദ്രോ കഴിഞ്ഞ കളിയിൽ ഇഞ്ചുറി ടൈമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച ഗോൾ നേടിയ അതേ താരം, ദ സെയിം പേഴ്സൺ, അദ്ദേഹം പിറകിക്കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം നൈസായിട്ട് ഗോൾ പോസ്റ്റിലേക്ക് തട്ടിയിടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ അവരും തിരിച്ചടിച്ചു. 1-1 എന്നുള്ള സ്കോറിലേക്ക് ബ്രൈറ്റൺ എത്തി. 10 മിനിറ്റ് എടുത്തുള്ളവർക്ക് ആ റെഡ് കാർഡിന് ശേഷം ആ ഒരു സ്കോറിലേക്ക് എത്താൻ. ബ്രൈറ്റന്റെ ഇക്വലൈസർ ഗോൾ വന്നതിന് ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ മിക്കേൽ ആർട്ടറ്റ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ട്രോസാർഡിനെ പിൻവലിച്ച് ഡിഫൻഡറായ കാലിഫിയോറിനെ ടീമിലേക്ക് ഇറക്കുന്നുണ്ട്. പിന്നീട് ആഴ്സണൽ ഒരു 5-3-1 പിരമിഡ് ഫോർമേഷനിലേക്ക് വരുന്നുണ്ട്. ഒരു 5-man ഡിഫൻസ്. ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, 49-ാമത്തെ മിനിറ്റിൽ 49th മിനിറ്റിൽ റെഡ് കാർഡ് വാങ്ങി 10 പ്ലേയേഴ്സായി ചുരുങ്ങിയതിന് ശേഷം ഈ ഗോൾ വഴങ്ങുന്നത് വരെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ ആർട്ടറ്റ തയ്യാറായില്ല. മേ ബി കാലിഫിയോറിനെ കുറച്ചും കൂടി നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ, റെഡ് കാർഡ് വാങ്ങിയതിന് ശേഷം കുറച്ചും കൂടി നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 5-man ഡിഫൻസിലേക്ക് അവർ ഇനിഷ്യേറ്റ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഈ സെൻട്രൽ ലൈൻ തുളച്ചുള്ള ഒരു അറ്റാക്ക് ബ്രൈറ്റന് സാധ്യമാവില്ലായിരുന്നു. പക്ഷേ
ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ചിലപ്പോൾ ആർട്ടറ്റയുടെ ടീമിലുള്ള ഒരു അറ്റാക്കും ഡിഫൻസും തമ്മിലുള്ള ഒരു ബാലൻസ് 10 മെമ്പറായി ചുരുങ്ങിയാലും ഉണ്ടാകും എന്നൊരു കോൺഫിഡൻസ് ആയിരിക്കാം അദ്ദേഹത്തിന് അത് ചെയ്യണ്ട എന്ന് തോന്നിപ്പിച്ചത്. എന്തായാലും കാലിഫിയോറി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. 58ാമത്തെ മിനിറ്റിൽ ബ്രൈറ്റൺ ജാവോ പെദ്രോ വഴി അവർ ഡിക്ലൈസർ ഗോൾ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം ബ്രൈറ്റന്റെ ബാക്ക് ടു ബാക്ക് അറ്റാക്സ് ആയിരുന്നു മാച്ച് കഴിയുന്നവരെ. ഇതിന്റെ ഇടയിലും ഇത്രയും 10 men ആയി ചുരുങ്ങിയതിന് ഇടയിലും ആഴ്സണലിന് ഒരു 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്, ഒന്നല്ല 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ആദ്യത്തെ അവസരം കിട്ടിയത് കായ് ഹാവേർട്സിനാണ്. കായ് ഹാവേർട്സ് ഒരു 1-on-1 സിറ്റുവേഷനിൽ വരെ ഒന്നാണ് അഗെയിൻസ്റ്റ് ഗോൾ കീപ്പർ. പക്ഷേ അദ്ദേഹത്തിന്റെ ഷോട്ട് ഗോൾ കീപ്പറിന്റെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി പോവുകയും പിന്നീട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇടുന്നത് ബുക്കായോ സാക്കയ്ക്കാണ്. റൈറ്റ് വിങ്ങിൽ നിന്നും ഒരു അഡ്വാൻസ്ഡ് ക്രോസ്, പക്ഷെ അദ്ദേഹത്തിന് കറക്റ്റ് റീച്ചിൽ അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എന്നാലും അദ്ദേഹം അത്യാവശ്യം വീണ് കിടന്നത് അടിച്ചു, പക്ഷെ അധികം പവറോ ഉണ്ടായില്ല. അതേപോലെ തന്നെ ഗോൾ കീപ്പറിന്റെ കയ്യിലേക്ക് വരുന്നു അതിന്റെ ഡയറക്ഷൻ. സോ ആ 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസും ആഴ്സണലിന് ഈ ഒരു അവസ്ഥയിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബ്രൈറ്റന്റെ കാര്യം പറയുകയാണെങ്കിലും അവർക്കൊരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് യാസിൻ അമാരി എന്ന് പറയുന്ന ഒരു അറ്റാക്കറിന്റെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ ആ പ്ലെയർ അടിച്ച ബോൾ വീണ് കിടന്ന ഡേവിഡ് റായയുടെ അതേ ഡയറക്ഷനിലേക്കാണ് ആ പ്ലെയർ അടിച്ചത്. സോ അതും ഒരു ഭാഗ്യക്കേടായിരുന്നു ബ്രൈറ്റണ്. സോ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പിന്നെയും ബ്രൈറ്റൺ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ആഴ്സണലിന് 1 പോയിന്റുമായി ഹോം മാച്ച് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഡെക്ലാൻ റൈസിന്റെ റെഡ് കാർഡ് തന്നെയാണ് മത്സരത്തിന്റെ ഒരു മാച്ച് പോയിന്റ് എന്ന് പറയേണ്ടി വരും. 245 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ച ഡെക്ലാൻ റൈസിന്റെ ആദ്യത്തെ റെഡ് കാർഡാണത്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റാറ്റ് എന്തെന്ന് വെച്ചാൽ 2022 ഡിസംബറിൽ മിക്കേൽ ആർട്ടറ്റ ആഴ്സണലിന്റെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് പ്രീമിയർ ലീഗിൽ വാങ്ങിയത് ആഴ്സണലാണ്. 16 റെഡ് കാർഡാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ഈ റെഡ് കാർഡോടുകൂടി ആഴ്സണലിന്റെ അടുത്ത മത്സരം ഡെക്ലാൻ റൈസ് കളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അടുത്ത മത്സരം ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് അവരുടെ ലോക്കൽ റൈവൽറി ടീമായ ടോട്ടനം ഹോട്ട്സ്പറിനെതിരെയാണ്. അതും എവേ മാച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് മാച്ചാണ്, നോർത്ത് ലണ്ടൻ ഡെർബി. പക്ഷേ അതിലെന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയറായ ഡെക്ലാൻ റൈസിന് കളിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആഴ്സണൽ പുതിയതായി നടത്തിയ സൈനിങ് ആയിരുന്നു മിക്കേൽ മെറീനോ. റിയൽ സോസിഡാഡിൽ നിന്ന് വന്ന പ്ലെയറാണ്. അദ്ദേഹവും ഇഞ്ചേർഡ് ആണ്, ഒരു ഷോൾഡർ ഇഞ്ചുറി ആണെന്നാണ് മിക്കേൽ ആർട്ടറ്റ എല്ലാവരെയും അറിയിച്ചത്. സോ അദ്ദേഹം കുറച്ച് വീക്സ് ഉണ്ടാവില്ല. സോ അദ്ദേഹവും നോർത്ത് ലണ്ടൻ ഡെർബിക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. സോ ആർട്ടറ്റ ചെറിയൊരു പരിങ്ങലിലാണ് ഇനി അടുത്ത മത്സരത്തിലേക്കുള്ള മിഡ്ഫീൽഡ് സെറ്റ് ചെയ്യാൻ. ശരിയാണ്, പ്രീമിയർ ലീഗ് സീസണിന്റെ തുടക്കമാണ്, ഓഗസ്റ്റ് ആയിട്ടുള്ളൂ, വെറും 3ാമത്തെ മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ 2 പോയിന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു ആനക്കാര്യമായി കാണേണ്ട ആവശ്യമില്ല എന്ന് പറയാം. പക്ഷേ മിക്കേൽ ആർട്ടറ്റയുടെ ആഴ്സണൽ മത്സരിക്കുന്നത് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടാണ്. സോ 2 പോയിന്റിന്റെ വില കഴിഞ്ഞ സീസണിൽ വെറും 2 പോയിന്റ് ആയിരുന്നു ഈ 2 ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം. സോ 2 പോയിന്റിന്റെ വില എന്തായാലും ആഴ്സണലിനും ആഴ്സണൽ ഫാൻസിനും നല്ല ബോധ്യമുണ്ട്. ഈ ഒരു 2 പോയിന്റിന് എത്രത്തോളം വില ആഴ്സണൽ ഇനി വരുന്ന സീസണിൽ, കാരണം ആക്ച്വലി ഇറ്റ് വാസ് എ ഹോം ഗെയിം. ഈ ഒരു ഗെയിം ഒരിക്കലും ആഴ്സണലിന് 3 പോയിന്റ്സിന് താഴെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ ഇതിന്റെ ഒരു 2 പോയിന്റ്സിന്റെ വില, അല്ലെങ്കിൽ ഡെക്ലാൻ റൈസിന്റെ ഒരു മിസ്റ്റേക്കിന്റെ വില ആഴ്സണലിന് എത്രത്തോളം കൊടുക്കേണ്ടി വരും എന്നുള്ളത് ലീഗ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. സോ ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫുട്ബോളിംഗ് തോട്ട്സും സജഷൻസും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് നമ്മുടെ കമന്റ് സെക്ഷൻ. അതെല്ലാവരും ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂട്യൂബ് അൽഗോരിതം വഴി മറ്റുള്ള ഫാൻസിലേക്കും ഫുട്ബോൾ ഫാൻസിലേക്കും ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡഡ് ആയി ചെല്ലണമെങ്കിൽ നിങ്ങളുടെ ലൈക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫുട്ബോൾ വീഡിയോസ് കണ്ടന്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സ്, ആഴ്സണൽ ഫാൻസിനൊക്കെ, പ്രീമിയർ ലീഗ് ഫാൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.